ഹലോ ഫ്രണ്ട്സ്, വണ്ടി ക്രൈസ് നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന വാഹനം നമ്മൾ കാണാം, ടൊയോട്ട റുമിയോൺ ആണ്. റുമിയോൺ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും, എർട്ടിയുടെ തന്നെ ഒരു റീബാഡ് വെർഷനാണ്. എന്തിനാണ് ഇതിപ്പോൾ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുന്നത്? നമ്മുടെ പതിവ് തെറ്റിക്കേണ്ട എന്ന് വെച്ച് നമ്മളിപ്പോഴും കറക്റ്റായിട്ട് വീഡിയോസ് ചെയ്യാറുണ്ട്. ഇനി ആരുടെയെങ്കിലും കണ്ണിപ്പെടാത്ത പോയ മോഡൽസൊക്കെ തപ്പി പിടിച്ചുകൊണ്ട് വന്ന് പതിവ് പോലെ തന്നെ ഒരു ഞായറാഴ്ച ദിവസം നിങ്ങളുടെ മുമ്പിലോട്ട് നമ്മൾ എത്താറുണ്ട്. ഇന്ന് വരെ അതിനൊരു മുടക്കം വന്നിട്ടില്ല. ഇതിപ്പോൾ നമ്മൾ 2025 8ാമത്തെ മാസത്തിലോട്ട് ചുവട് വെച്ചിരിക്കുകയാണ്. എല്ലാ ആഴ്ചയും കൃത്യമായിട്ട് വീഡിയോ, അതും ഞായറാഴ്ച ദിവസം നമ്മുടെ ചാനലിൽ ചെയ്തുകൊണ്ടിരിക്കാം എന്നുള്ള പതിവ് തെറ്റിക്കേണ്ട എന്ന് വിചാരിച്ച് നമ്മൾ ഇന്ന് കൊണ്ടുവന്നൊരു മോഡലാണ് ടൊയോട്ട റുമിയോൺ. അപ്പോൾ റുമിയോൺ ഞാൻ ഒരുപാട് കാലമായി അടുത്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ട്, ഇത് ഇറങ്ങിയ സമയത്ത് 2023 എന്തോ ആണ് ലാസ്റ്റായിട്ട് ഞാൻ ഇന്ന് ഡ്രൈവ് ചെയ്തത്. അപ്പോൾ ഓർത്ത് എന്തായാലും ആരെങ്കിലും ഇത് കണ്ണിപ്പെടാതെ പോയിട്ടുണ്ടെങ്കിൽ പെടട്ടെ എന്ന് വിചാരിച്ചാണ് നമ്മളൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ റുമിയോൺ എന്ന് പറയുമ്പോൾ ഒട്ടും മടുപ്പ് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ടൊയോട്ട അല്ല മാരുതി സുസുക്കി കൂട്ടുകെട്ടിൽ പിറന്ന ഒരു മോഡലായിട്ട് നമുക്ക് ടൊയോട്ട റുമിയോണെ കാണാം. എർട്ടിഗ എന്ന് പറഞ്ഞ ഇവർ വളരെ പോപ്പുലർ ആയിട്ടുള്ള മാരുതി സുസുക്കിയുടെ ഒരു 7 സീറ്റർ MPV ആണ് എർട്ടിഗ. എർട്ടിഗയുടെ തന്നെ ഒരു റീബാഡ് വെർഷൻ, അത്രയും പോപ്പുലർ ആയിട്ട് അത്രയും ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരുന്ന ഒരു മോഡലിന്റെ റീബാഡ് വെർഷൻ, അതും ടൊയോട്ട ലൈനപ്പിൽ ടൊയോട്ട എന്ന ബ്രാൻഡിങ്ങിൽ ടൊയോട്ടയുടെ സർവീസും കൂടെ ലഭിക്കുമ്പോൾ അതൊരു ഉഗ്രൻ മോഡലായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പം റുമിയോൺ ഇനിയും പരിചയപ്പെടാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയെങ്കിലും ഞാൻ നിങ്ങളുടെ മുമ്പിലോട്ട് പരിചയപ്പെടുത്താം എന്ന് വിചാരിച്ചാണ് നമ്മുടെ വീഡിയോ ഇന്ന് ചെയ്തത്. ബേസിക്കലി എർട്ടിഗയും റുമിയോണും രണ്ടും ഒരേ വാഹനങ്ങളാണെങ്കിൽ കൂടി ഫ്രണ്ട് ഡിസൈൻ കാര്യമായിട്ടുള്ള മാറ്റമുണ്ട്. ബമ്പർ, ഗ്രില്ല് തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാറ്റം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഫീൽ ചെയ്യും ഇതൊരു ടൊയോട്ട വാഹനമാണ്. കാരണം ക്രിസ്റ്റയുടെ പോലത്തെ ആ ഒരു യു ഷേപ്ഡ് ഗ്രില്ലൊക്കെ വരുമ്പോൾ നമുക്കൊരു ടൊയോട്ട വാഹനം കാണുന്ന ഒരു പ്രൗഡി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ പേഴ്സണലി എനിക്ക് എർട്ടിഗയുടെ ഡിസൈനും റുമിയോണിൻ്റെ ഡിസൈനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രണ്ട് പ്രൊഫൈലിൽ എനിക്കിഷ്ടം ഈ കാണുന്ന റുമിയോൺ തന്നെയാണെന്നുള്ളതാണ്. അപ്പോൾ ടൊയോട്ട സർവീസ് ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ ടൊയോട്ടയുടെ ഒരു ലോഗോ ആഗ്രഹിക്കുന്നവരും ഡിസൈൻ വെച്ച് കുറച്ചുകൂടെ എർട്ടിഗയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു മാറ്റം ഫീൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും പോകുന്നൊരു വേരിയൻറ്റ് ടൊയോട്ട റുമിയോണാണ്. റുമിയോൺ നമുക്കറിയാം, എർട്ടിഗയും റുമിയോണൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഇതൊക്കെ എടുക്കുന്ന കസ്റ്റമേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ ഫാമിലീസ്, ഒരു 7 പേര് അല്ലെ അംഗസംഖ്യ കൂടിയ ഫാമിലീസിന് അഫോർഡബിൾ ആയിട്ട് കൊണ്ടുനടക്കാവുന്ന ഒരു MPV, തരക്കേടില്ലാത്ത മൈലേജും കുറഞ്ഞ മെയിൻ്റെനൻസും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് സ്വന്തമാക്കാവുന്ന ഒരു 7 സീറ്റർ MPV ആണ് എക്കാലത്തും മാരുതി സുസുക്കി എർട്ടിഗ. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു റീബാഡ് വെർഷൻ ടൊയോട്ട റുമിയോൺ ആയിട്ട് കിട്ടുമ്പോൾ കുറച്ചുകൂടെ നല്ലതാണെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇത് ഫുൾ ഓപ്ഷൻ വേരിയൻ്റ് ആണ് ഇപ്പോൾ കാണുന്ന V എന്ന നിയോ ഡ്രൈവിൽ വരുന്ന മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജി വരുന്ന ഒരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ വിത്ത് ഒരു 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് വരുന്ന ഒരു വേരിയൻ്റ് ആണ് നമ്മളിത് പരിചയപ്പെടുത്താനായിട്ട് കൊണ്ടുവന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് പ്രൊഫൈലിൽ പോയിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. സൈഡ് പ്രൊഫൈൽ കാണുമ്പോഴും അറിയാം ഇവനൊരു പ്രോപ്പർ MPV ആണെന്നുള്ള കാര്യം. ആ വലിയ ഗ്ലാസ് ഏരിയയും ആ ഒരു 7 സീറ്ററിന് വേണ്ട എല്ലാ രൂപഭാവമുള്ളൊരു ഡിസൈൻ നമുക്ക് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ സൈഡ് സ്കേർട്ടിങ് എനിക്ക് തോന്നുന്നത് എക്സ്ട്രാ ഫിറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്, പക്ഷേ അതുമൊക്കെ ഭംഗിയായിട്ടുണ്ട്. റൂഫ് റെയിൽ എന്തുകൊണ്ടോ കൊടുത്തിട്ടില്ല, പക്ഷേ ഡോർ വൈസറൊക്കെ ഈ വാഹനത്തിന് തീർച്ചയായിട്ടും ഒരു ഭംഗി തരുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പിന്നെ പ്രധാനമായിട്ടും വ്യത്യാസമുള്ള അലോയുടെ ഡിസൈൻ തന്നെയാണ്. ടൊയോട്ടയുടെ ലോഗോ വരുന്ന ഒരു പ്രിഷ്യൻ കട്ട് അലോയിൽ നമുക്ക് കാണാം, അതും കൊള്ളാം. അതും 15 ഇഞ്ച് ടയർ പ്രൊഫൈലാണ് കൊടുത്തിരിക്കുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസും എല്ലാം എർട്ടിഗയുടെയും റുമിയോണിൻ്റെയും പ്രത്യേകതയായിട്ട് നമുക്ക് പറയാവുന്ന കേസ് കെട്ടാണ്. പിന്നെ ക്രോമിയം ഡോർ ഹാൻഡിൽസ്, അവിടെ തന്നെ നമുക്ക് റിക്വസ്റ്റ് സെൻസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മിറേഴ്സിലോട്ട് വരുമ്പോഴും ടേൺ ഇൻഡിക്കേറ്റർ, അത് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻ എല്ലാം നൽകിയിട്ടുണ്ട്. നമുക്കിനി റിയർ ഡിസൈൻ പോയിട്ട് അവിടെ എങ്ങനെയുണ്ടെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ടൊയോട്ട റുമിയോണിൻ്റെ റിയർ ഡിസൈൻ നോക്കുമ്പോൾ ഇത് എർട്ടിഗ തന്നെ ആണെന്ന് തോന്നിയാൽ യാതൊരു തെറ്റുമില്ല. കാരണം ഒരു പേരിന് പോലും ഒരു വ്യത്യാസം പറയാനില്ല. ആകെ ഈ ലോഗോ വ്യത്യാസമുണ്ട്. എർട്ടിഗ എന്ന ബാഡ്ജിങ് മാറി റുമിയോൺ എന്ന് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. റിയർ ഡിസൈനും കൂടെ എന്തെങ്കിലും ചെറിയൊരു മാറ്റമെങ്കിലും ആകാമായിരുന്നു എനിക്ക് പേഴ്സണലി തോന്നി. നിയോ ഡ്രൈവ് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. V എന്ന വേരിയന്റിനെ സൂചിപ്പിക്കുന്ന ഒരു ബാഡ്ജിങ് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടോ സ്പോയിലറൊന്നും കൊടുത്തിട്ടില്ല, പക്ഷേ ഡീഫോക്കൽ ലൈൻസും റിയർ വൈപ്പറും കാര്യങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട്. നമുക്ക് ബൂട്ട് സ്പേസ് നോക്കുമ്പോഴും 3 റോയും ഉയർത്തി വെച്ച് കഴിഞ്ഞാൽ 2 ട്രോളി ബാഗ് വെക്കാനുള്ള സ്പേസ്, അല്ലെങ്കിൽ 2-3 ട്രോളി ബാഗ് വെക്കാനുള്ള സ്പേസേ ഉള്ളൂ. ഇനിയിപ്പം 2 റോയെ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്കിത് ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്പേസ് ആണെന്നാണ് പറയേണ്ടത്. അപ്പോൾ നമുക്ക് നല്ലൊരു ലഗേജ് ഏരിയ നമുക്ക് കിട്ടും തീർച്ചയായിട്ടും. അപ്പോൾ ഇത് അത്യാവശ്യം ടാക്സി സെഗ്മെൻറ്റിലൊരു വാഹനം നോക്കുന്നവർക്കും ഇതെടുത്ത് എയർപോർട്ടൊക്കെ ഓടാനും നല്ലൊരു വാഹനമാണ്. അതേപോലെ തന്നെ അത്യാവശ്യം അംഗസംഖ്യ കൂടിയവർക്ക് ഒരു ഫാമിലി യൂസിന് പറ്റിയ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു 7 സീറ്റർ MPV ആയിട്ട് കൂടി നമുക്ക് ടൊയോട്ട റുമിയോണെ കാണാം. ഇനി ഇന്റീരിയറിലെ സ്പേസും കാര്യങ്ങളും ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ടൊയോട്ട റുമിയോണിൻ്റെ ഇന്റീരിയറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും ഫുള്ളി ബീജ് ആയിട്ടുള്ള വുഡൻ ഫിനിഷിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള ഒരു പ്രീമിയം പ്ലസന്റ് ഫീൽ ഉള്ള ഒരു ഇന്റീരിയർ എന്ന് പറയുന്നത്. ഒരു തരത്തിലുള്ളൊരു ക്വാളിറ്റി കുറവോ ഒന്നും ഫീൽ ചെയ്യത്തില്ല. അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. ഒരു 7 ഇഞ്ച് ഇൻഫർടൈൻമെന്റ് സിസ്റ്റം, അവിടെ അത്യാവശ്യം വേണ്ട ആപ്പിൾ കാർ പ്ലേ ആൻഡ്രോയിഡ് ഓട്ടോ എന്നുള്ള ഫീച്ചേഴ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. റേഞ്ച്, ഫ്യൂൽ എഫിഷ്യൻസി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. അത്യാവശ്യം വെഹിക്കിൾ ഇൻഫർമേഷൻ, തരക്കില്ലാത്തൊരു ഓഡിയോ സിസ്റ്റം, 4 സ്പീക്കേഴ്സും 2 ട്യൂട്ടേഴ്സുമാണ് വരുന്നത്. ഡീസൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റിവേഴ്സ് ക്യാം കൊടുത്തിട്ടുണ്ട്. ഓട്ടോ ക്ലൈമറ്റ് AC കാണാം. പിന്നെ AC വെൻറ്റിൻ്റെയൊക്കെ ഡിസൈൻ ആണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഒരു രക്ഷയില്ല.
ഇത് ഈ ഒരു വുഡൻ ഫിനിഷിംഗ് ഒക്കെ ആണെങ്കിലും ഒരു പ്രീമിയം ടച്ച് തീർച്ചയായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഫുള്ള് ലൈറ്റായിട്ടുള്ള കളർ ടോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ പ്ലസൻ്റ് ആയിട്ട് വളരെ സ്പേഷ്യസ് ആയിട്ട് ഇന്റീരിയർ കയറുമ്പോൾ ഫീൽ ചെയ്യും. സീറ്റും ഒക്കെ ആണെങ്കിലും സീറ്റിൻ്റെ സപ്പോർട്ടൊക്കെ എടുത്ത് പറയുന്നത് തൈ സപ്പോർട്ടൊക്കെ ചാടി ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഫാബ്രിക് സീറ്റാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഒരു ചെറിയ ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിനുള്ള ചെറിയ സ്റ്റോറേജ് സ്പേസ് കാണാം. ഇവിടെ നമുക്ക് ഫോൺ സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ്, അതുപോലെ തന്നെ കപ്പ് ഹോൾഡർ, കൂൾഡ് കപ്പ് ഹോൾഡറാണ് വരുന്നത്. ഇവിടെ ചെറിയൊരു AC വെന്റിൻ്റെ ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഈ ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ്. മുമ്പേ ഉണ്ടായിരുന്ന എർട്ടിഗയിലൊക്കെ വരുന്ന ഒരു 4 സ്പീഡ് ഓൾഡ് സ്കൂൾ ടോർക്ക് കൺവെർട്ടർ ആയിരുന്നെങ്കിൽ ഇതിപ്പോൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് 6 സ്പീഡ് ടോർക്ക് കൺവെർട്ടർ വിത്ത് പാഡ് ഷിഫ്റ്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മീറ്റർ ഡയൽ കാണാം. ഫുള്ളി അനലോഗ് ആണ്. നടുക്ക് ചെറിയൊരു MID കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മുടെ ആവറേജ് ഫ്യൂൽ എക്കണോമി, റേഞ്ച് തുടങ്ങിയ കാര്യങ്ങളൊക്കെ കാണാം. പിന്നീട് പുഷ് ബട്ടൺ സ്റ്റാർട്ട്, ഡോർ പാഡിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം കൺട്രോൾസ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മിറേഴ്സൊക്കെ ഇലക്ട്രിക്കലി ഫോൾഡ് ചെയ്യാം. ഓട്ടോ ഡിമിംഗ് മിറർ എന്തുകൊണ്ടോ നൽകിയിട്ടില്ല. സൺ വൈസർ കൊടുത്തിട്ടുണ്ട്. അവിടെ മിററും കാണാം. വ്യൂ ഒന്നും തടസ്സപ്പെടുത്തുന്ന രീതിയിലൊന്നും അല്ല നിൽക്കുന്നത്, എല്ലാം താഴ്ന്നു തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല വിസിബിലിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഫ്രണ്ട് റോ സെറ്റ് ആണെന്നാണ് പറയുന്നത്. നമുക്ക് സെക്കൻഡ് റോയിൽ പോയിട്ട് അവിടെ എങ്ങനെയാണ് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പം റിയർ സീറ്റിലിരിക്കുമ്പോഴും നമുക്ക് നല്ല സ്പേസ് സെറ്റാണ് ഫീൽ ചെയ്യുന്നത്. സെക്കൻഡ് റോ ഒരു രക്ഷയില്ല, ഭയങ്കര വിസിബിലിറ്റി ഉള്ള ഗ്ലാസ് ആണ്, നല്ല ലെങ്തി ആയിട്ടുള്ള ഗ്ലാസ് ആണ്. അതുകൊണ്ട് തന്നെ തീരെ താഴ്ന്ന വിൻഡോ ലൈനാണ്. അതുകൊണ്ട് തന്നെ ഒരു പ്ലസന്റ് ഫീല്, വളരെ റൂമി ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയറും തന്നെ പറയേണ്ടി വരും. അങ്ങനെ ആയിരിക്കും ഇതിന് റൂമിയോൺ എന്ന് പേരിട്ടത്. ആം റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിൽ കപ്പ് ഹോൾഡറും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷേ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റിംഗ് ആണ്. പിന്നീട് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ, സ്ലാൻഡ് ആനുള്ള ഓപ്ഷൻ ഉണ്ട്. കണ്ട ഇത്രയും സ്ലാൻഡാണ്. അതുകൊണ്ട് തന്നെ സുഖമായിട്ട് കിടക്കാം. ബാക്കിലാരും ഇരിക്കുന്നില്ലെങ്കിൽ സെക്കൻഡ് റോ രക്ഷയില്ലാത്ത കംഫർട്ടാണെന്നാണ് പറയുന്നത്. പിന്നീട് ഇവിടെ 3 പേർക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടിരിക്കാം. തീരെ താഴ്ന്ന സെൻറ്റർ ടണലും കാര്യങ്ങളൊക്കെയാണ്. റിയറിലോട്ട് ടോപ്പിൽ നിന്ന് AC വെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫാൻ സ്പീഡൊക്കെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺട്രോൾ ചെയ്യാം. ഒരു ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ സീറ്റ് ബെൽറ്റ് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ കാര്യം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും കൊള്ളാം എന്നുള്ള സംഭവങ്ങളൊക്കെയാണ്. കൊള്ളാം. മൊത്തത്തിൽ സെക്കൻഡ് റോ രക്ഷയിൽ. ഇവിടെ ചാർജിങ് പോർട്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ടിൻ്റെ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. വളരെ റൂമി ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ എന്നാണ് ഇതിൻ്റെ സെക്കൻഡ് റോയിൽ കയറിയിരിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത്. ഇനി ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് അറിയാൻ താല്പര്യമുള്ളത്, കാരണം ഏതൊരു 7 സീറ്ററിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഇതിൻ്റെ തേർഡ് റോയിലെ സ്പേസ് എങ്ങനെയുള്ളതാണ്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് വലിയ കാര്യമായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ സുഖമായിട്ടുള്ളൊരു എൻട്രി നമുക്ക് ബാക്കിലോട്ട് ലഭിക്കും. സുഖമായിട്ട് തന്നെ കാലെടുത്ത് വെച്ച് കയറാം. കയറി ഇരുന്ന് കഴിയുമ്പോൾ സീറ്റ് എടുത്ത് വെച്ച് കഴിയുമ്പോൾ ഈ ഒരു തരത്തിലുള്ളൊരു സീറ്റിംഗ് ആണ്. വലിയ കംഫർട്ട് എന്ന് പറയാനില്ല, എങ്കിലും തരക്കേടില്ല. ഇത് സ്ലാൻഡ് ആനുള്ള ഓപ്ഷൻ ഉണ്ട്. സ്ലാൻഡ് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇരിക്കാം. കണ്ട ഇവിടെ ഹാൻഡ് റെസ്റ്റും കപ്പ് ഹോൾഡറൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് കൈയൊക്കെ വെച്ച് സുഖമായിട്ടിരിക്കാം. അത്യാവശ്യം ചെറിയൊരു കോട്ടൺ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. ഈ സീറ്റ് മാക്സിമം ബാക്കിലോട്ട് ഇറക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ടും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കാനുള്ള സ്പേസ് ഉണ്ട്. കുറച്ച് മുമ്പിലോട്ടൊക്കെ ഇട്ട് സെക്കൻഡ് റോയിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ലോങ് റൈഡിനും അഡൽസിനും ഒക്കെ പറ്റിയൊരു തേർഡ് റോ ആയിട്ട് നമുക്ക് റൂമിയോ ഉണ്ട് അല്ലെങ്കിൽ എർട്ടിഗയുടെ തേർഡ് റോ സീറ്റിനെ കണക്കാക്കാം. ഇനി എൻ്റെ ഡ്രൈവബിലിറ്റി എങ്ങനെയുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന്. അങ്ങനെ 2023 അവസാനമൊക്കെ ആയപ്പോഴാണ് റൂമിയോൺ ഇറങ്ങിയത്. ആ ടൈമിൽ നമ്മൾ ഇതിൻ്റെ മാനുവൽ വെർഷൻ്റെ ഒരു ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് ഓട്ടോമാറ്റിക് ഓടിക്കുന്നത്. ഓട്ടോമാറ്റിക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ് വരുന്നത്. ഒരു 1.5 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് വണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഒരു എഞ്ചിനും ഈ ഒരു ട്രാൻസിഷനും വളരെ വർഷങ്ങളായിട്ട് ഓടിത്തെളിഞ്ഞ ഒരു ഓൾഡ് സ്കൂൾ എഞ്ചിൻ ഗിയർ ബോക്സ് സെറ്റപ്പാണ്. അതുകൊണ്ട് തന്നെ വണ്ടി യാതൊരു എഫേർട്ടും എടുക്കാത്ത രീതിയിൽ വളരെ സ്മൂത്തായിട്ട് എങ്ങനെ ഒരു പക്ക ഓട്ടോമാറ്റിക് കാർ നമുക്ക് ഓടിക്കാം അതേ ഒരു ഫീലോട് പോയി ഡ്രൈവിലോട്ട് കയറ്റി വളരെ റിലാക്സ് ചെയ്ത് ഇത്രയും വലിയൊരു 7 സീറ്റർ വാഹനം, 4 മീറ്ററിലധികം ലെങ്ത് വരുന്ന ഒരു വാഹനം, അത് 3 റോയുള്ള ഒരു MPV വാഹനം നമുക്ക് സുഖമായിട്ട് സിറ്റി ഡ്രൈവിന് ലേഡീസിനൊക്കെ ആണെങ്കിലും നല്ല ഈസി ആയിട്ട് കൊണ്ടുനടക്കാം. ഈസി ടു ഹാൻഡിലാണ്, അതുകൊണ്ട് തന്നെ ഈസി ടു മെയിൻറ്റൈൻഡ് ആണ്. പിന്നെ എന്ന് വേണമെങ്കിൽ കൊടുത്താലും അത്യാവശ്യം നല്ല റീസെയിൽ വാല്യൂവും കിട്ടും. അങ്ങനെയൊക്കെ നോക്കാൻ നേരത്ത് ഒരു തലവേദന ഉണ്ടാക്കാതെ വളരെ നോർമലായിട്ട് വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു 7 സീറ്റർ MPV ആയിട്ട് നമുക്ക് ടൊയോട്ട റൂമിയോണെ കാണാം. ടേണിംഗ് റേഡിയസ് ഒന്നും വലിയ തിരക്കേടില്ല. സ്റ്റിയറിംഗ് ഒക്കെ അത്യാവശ്യം ഫീലും ഫീഡ്ബാക്ക് ഒക്കെ തരുന്ന സ്റ്റിയറിംഗ് വീലാണ്. ഇനിയിപ്പോൾ ഇവന് പെർഫോമൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മൾ പാഡ് ഷിഫ്റ്റ് ഒന്ന് ഡൗൺ ചെയ്തൊന്ന് ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്താ ആ ഒരു നാച്ചുറൽ ആസ്പെക്ട് എഞ്ചിൻ്റെ പെർഫോമൻസ് തീർച്ചയായിട്ടും 0 to 100 ഒക്കെ നിസ്സാര സെക്കൻഡ് കൊണ്ട് തന്നെ വാഹനം അച്ചീവ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല ബ്രേക്കിങ്ങും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ഹാൻഡ്ലിങ്, നല്ല റിലയബിൾ ആയിട്ടുള്ള എഞ്ചിൻ. അങ്ങനെയൊക്കെ നോക്കാൻ നേരത്ത് ഒരു കുറ്റമോ കുറവോ പറയാനില്ലാത്ത നല്ല റൂമി ആയിട്ടുള്ള ഇൻറ്റീരിയറുള്ള അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സൊക്കെ ഉള്ള നല്ല സസ്പെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഉഗ്രൻ MPV ആയിട്ട് നമുക്ക് ടൊയോട്ട റൂമിയോണെ കാണാം. പിന്നെ ഇതിൻ്റെ മാനുവൽ ഗിയർ ബോക്സ് ഇട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 സ്പീഡ് നോർമൽ ഗിയർ ബോക്സ് ആണ് വരുന്നത്. വളരെ ലൈറ്റ് ആയിട്ടുള്ള ക്ലച്ചും ഗിയറൊക്കെയാണ് വരുന്നത്. അപ്പോൾ അതിലോട്ട് പോകണമെങ്കിൽ അതിലോട്ട് പോകാം. ഇനി ഇതുപോലെ ഇച്ചിരി ഫണ്ണൊക്കെ ആസ്വദിച്ച് നല്ല എഫോർട്ട്ലെസ് ആയിട്ടുള്ള ഡ്രൈവും അതേസമയത്ത് രണ്ട് പ്രാവശ്യം ഡൗൺ ഷിഫ്റ്റ് ചെയ്ത് കാലൊക്കെ കൊടുത്ത് ഇങ്ങനെ പറന്നു പോകുന്ന ഒരു ഫീൽ ചോദിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കിലോട്ട് പോകാവുന്നതാണ്. ഇത്രയൊക്കെ തന്നെ ഉള്ളു.
ഇവൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യാം. അങ്ങനെ വീണ്ടും ഒരു ഞായറാഴ്ച ദിവസം ഓരോ പുതിയ വണ്ടി അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു ചടങ്ങ് നമ്മൾ ഈ കഴിഞ്ഞ 3-3.5 വർഷമായിട്ട് മുടക്കിയിട്ടില്ല. അതിന് ദൈവം സഹായിച്ച് ഇന്ന് വരെ ഒരു മുടക്കം ഉണ്ടായിട്ടില്ല. ഈ 8 മാസമായിട്ട് നമ്മൾ എല്ലാ ഞായറാഴ്ചയും വീഡിയോ ഇടണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് നമുക്ക് എല്ലാ ഷോറൂംസും പറ്റുന്ന ഷോറൂംസ് നമ്മളായിട്ട് ടൈപ്പുള്ള എല്ലാവരും നമ്മുടെ ആഗ്രഹം മനസ്സിലാക്കി, അല്ലെങ്കിൽ നമ്മൾ അതുപോലെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൂടെ ഇപ്പോഴും നിൽപ്പുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ കോമറ്റിലൊരു മനുഷ്യൻ്റെ അവിടെ ഇരിപ്പുണ്ട്. ടൊയോട്ടയിൽ രാവിലെ ഞായറാഴ്ചയായിട്ടും നമ്മൾ ഈ വണ്ടി കൊണ്ട് അറേഞ്ച് ചെയ്ത് തന്ന നിപ്പോൺ ടൊയോട്ടയുള്ള നന്ദി എൻ്റെ പേരിലും മാരിക്കുളം തെക്കുംപഞ്ചായത്തിൻ്റെ പേരിലും ഞാൻ രേഖപ്പെടുത്തുകയാണ്. അപ്പം നമ്മുടെ പാഷനാണ് ഇതൊക്കെ. നമുക്ക് ഇതിനു വേണ്ടി കുറച്ച് സമയം എത്ര തിരക്കാണെങ്കിലും നമ്മൾ ഇപ്പോഴും ഇത് ഫോളോ ചെയ്ത് പോകുന്നത് നമ്മുടെ പാഷൻ കൊണ്ട് മാത്രമാണ്. അപ്പം വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ടൊയോട്ട റുമിയോണായിട്ട് എത്തി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ വീഡിയോ ഇന്നിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.